ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത് LDF ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭാവിയിൽ LDF എന്ത് ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനുമാണ്. അതിനാണ് ഈ ജാഥയൊക്കെ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷന്റെ ചർച്ച ഒരു ബാലികേറാമലയൊന്നുമല്ല. നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഞങ്ങൾ എപ്പോഴും നേരത്തെ കാലത്തെ ഇങ്ങനെ സ്വപ്നം കണ്ട് ചർച്ച നടത്താറുണ്ടോ? ഇലക്ഷന്റെ തൊട്ടടുത്ത് ഇലക്ഷന്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ കൂടിയിരുന്ന് ഇത്തവണ എന്താണ് തീരുമാനിക്കേണ്ടത്. KK ശൈലജ മത്സര രംഗത്തുണ്ടാകുമോ? ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. കേട്ടില്ല, ഞാൻ 4 തവണ MLA ആയിട്ടുള്ള ആളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു തവണ ആദ്യം MLA ആയിട്ട് 2ാമത്തെ തവണ മത്സരിച്ചിട്ടില്ല. കുത്തുപറമ്പ് മണ്ഡലത്തിൽ P ജയരാജനാണ് മത്സരിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുക? അതുകൊണ്ട് അത്തരം ഒരു ഇപ്പൊ KK ശൈലജ മാത്രമല്ല, ഇപ്പൊ ആരും എവിടെയും പാർട്ടിയും പറഞ്ഞിട്ടില്ല, വ്യക്തിയും പറഞ്ഞിട്ടില്ല. ടീച്ചർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ മട്ടന്നൂർ തന്നെ ആയിരിക്കുമോ മത്സരിക്കുക? അല്ല, ഒരു തീരുമാനം എടുക്കാത്ത സ്ഥിതിക്ക് ഒരു ക്ലോസിന്റെ അങ്ങനെയുള്ള യാതൊരു ആവശ്യമില്ലല്ലോ അല്ലെ. മത്സരിക്കുമോ എന്ന് തീരുമാനമായിട്ടില്ല. അപ്പൊ മണ്ഡലം ഏതാണെന്ന് നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ടീച്ചറെ വിജയിപ്പിച്ച ആളുകളാണ് മട്ടന്നൂരിലുള്ളത്. അപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരോട് ടീച്ചർ ആൻസറബിൾ അല്ലേ? അപ്പോൾ അതെന്താണ് ടീച്ചറിന്റെ മട്ടന്നൂരിൽ അധിഷ്ഠിതമായി കാണുന്നത് കൊണ്ടാണ്. എന്നെ ജനങ്ങൾ ജയിപ്പിച്ചത് LDF-ലായതുകൊണ്ടാണ്. UDF-ലെ സ്ഥാനാർത്ഥിക്ക് ആ ഭൂരിപക്ഷം കിട്ടില്ലല്ലോ. ഇനി ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥിയായാലും ഇതുപോലെ വോട്ട് ചെയ്യും. ആര് വോട്ട് ചെയ്യുന്നതിനാ? കുറച്ചൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരോ കാര്യമൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് കുറച്ചാണ്. ബാക്കി വോട്ട് മുഴുവൻ LDF-ന്റെ നയങ്ങൾക്കുള്ള വോട്ടാണ്. കണ്ണൂരിൽ നിന്ന് മാറി മറ്റൊരിടത്ത് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞ മത്സരിക്കും. ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. കാരണം ഇതെല്ലാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോഴാണ് എവിടെ ആര് മത്സരിക്കണം, ഏത് മണ്ഡലം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിന് എന്തിനാ ഉത്തരം പറയുന്നത്? പേരാവൂരിൽ ടീച്ചർ മത്സരിക്കാനുള്ള സാധ്യത വലിയ ചർച്ചയായി. ഞാനിത് പറഞ്ഞല്ലോ. ഇപ്പം സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല, മണ്ഡലം തീരുമാനിച്ചിട്ടില്ല. ഈ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കേരളത്തിലെ ഒരു പൗരൻ തീരുമാനിക്കാം വേണമെങ്കിൽ. കേട്ടില്ലേ? ഏത് മണ്ഡലത്തിലും മത്സരിക്കാമല്ലോ. ഒരു മണ്ഡലവും തീരുമാനിച്ചിട്ടില്ല, ആളെയും തീരുമാനിച്ചിട്ടില്ല. പേരാവൂരിൽ മത്സരിക്കാൻ പറഞ്ഞ ടീച്ചർ മത്സരിക്കോ? അതിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ലേ. അതെന്തൊരു ചോദ്യം? വ്യക്തിപരമായ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. വ്യക്തിപരമായ ഇഷ്ടം ഇവിടെ ഘടകമല്ല. കേട്ടില്ലേ? എനിക്ക് എന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഇവിടെ ഘടകമല്ല. അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ലല്ലോ CPM-ൽ. പക്ഷെ നോക്കൂ, ടീച്ചറിനെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു തവണ വലിയ അത്ഭുതത്തോടെ പിന്തുണച്ചിട്ടുണ്ട്. ഒരു തവണ ടീച്ചറിന് അവിടെ തോൽവി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ 2 മണ്ഡലമായിരുന്നു. പേര് പേരാവൂരാണ്. ആദ്യത്തെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം. പിന്നെ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ പേരാവൂരിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ മട്ടന്നൂർ മണ്ഡലത്തിൽ ചേർന്നു. ഡീലിമിറ്റേഷനിൽ UDF-ന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ പേരാവൂർ മണ്ഡലത്തിൽ ചേർന്നു. അപ്പൊ UDF-ന് കുറെ കൂടി സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് അത് മാറി. UDF ജയിക്കും എന്നുള്ളതല്ല. ആദ്യത്തെ മണ്ഡലവും UDF-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോ UDF-ന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലം ഞാനല്ല, അവിടെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മത്സരിച്ചിട്ട് കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാ തോറ്റത്. എന്നെക്കാളും കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കുറക്കാൻ സക്കീർ ഹുസൈന് സാധിച്ചു. അതുകൊണ്ട് വ്യക്തി അധിഷ്ഠിതമല്ല. കേട്ടില്ലേ? ഇത്തവണ LDF-ന്റെ ഉചിതമായ ഒരു സ്ഥാനാർത്ഥി പേരാവൂരുണ്ടാകും. പേരാവൂർ മണ്ഡലത്തിലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഇടതുപക്ഷത്തിന്. അത് ആരെന്നുള്ളതൊന്നും ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു. ടീച്ചറാണ് നിയോഗിക്കപ്പെടുന്നതെങ്കിൽ വിജയ സാധ്യത ഉണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. ഞാനെന്നല്ലതല്ല, അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ LDF-ന് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. LDF-ന് സ്ഥാനാർത്ഥി ഉണ്ടാവും. ശൈലജയോ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിക്കണമെന്ന് അങ്ങനെ ഉപയോഗിച്ച് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം LDF-ന്റെ ആശയഗതികൾ എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. കേട്ടില്ലേ? ഞങ്ങൾ ഇതാണ് നടപ്പിലാക്കുക. വന്നാൽ LDF ജയിച്ചപ്പോഴാണ് പേരാവൂർ മണ്ഡലത്തിൽ ഏറ്റവും നല്ല വികസനം ഉണ്ടായത്. അതിപ്പോഴും ജനങ്ങൾ പറയുന്നുണ്ട്. ടീച്ചറിന് വ്യക്തിപരമായി മട്ടന്നൂരിലാണ് ഇനിയും ഒരു അവസരം കിട്ടിയാൽ മത്സരിക്കാൻ ഇഷ്ടം. ഞാനങ്ങനെ പറഞ്ഞു. അല്ല, അങ്ങനെ വിചാരിക്കാം. ഞാനങ്ങനെ പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്. കാരണം എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ നിങ്ങളാരാ? എന്നെ കുറിച്ച് എന്തും വിചാരിക്കാമെന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി. അപ്പോൾ ഈ 140 മണ്ഡലങ്ങളിൽ എവിടെയാണെങ്കിലും ടീച്ചർ CPM-ന് വേണ്ടി മത്സരിക്കാൻ തയ്യാറാണ്. 140 മണ്ഡലങ്ങളിൽ എവിടെയും എന്നെ തീരുമാനിച്ചിട്ടില്ല പാർട്ടി. ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാത്ത ഒരു കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ? എനിക്കറിയേണ്ടത് ടീച്ചർ മത്സരരംഗത്തുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? എന്റെ ഇഷ്ടത്തിന് ഞാനിവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല CPIM. ചുരുക്കി പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല. കേട്ടില്ലേ? പിന്നെ സങ്കല്പത്തിൽ നാളെ തീരുമാനിക്കുമോ, ടീച്ചർ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ആളല്ല. കേട്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാലേ തീരുമാനം ഉണ്ടാവൂ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നതൊന്നും അല്ല തീരുമാനമായിട്ട് വരിക.